കൂടെയുള്ള 3 പേര് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്. അങ്ങനെ നടന്നിട്ട് നമുക്ക് എത്തിച്ചേരാവുന്നതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് എത്തിയിരിക്കുക കേട്ടോ. ഐതിഹ്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇല്ലിക്കക്കല്ലിൽ നിന്ന് മാർമല അരുവിയിലോട്ടൊരു തേരോട്ടം ഉണ്ടായിരുന്നു. ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുക കേട്ടോ. നല്ല കിടുക്കാച്ചി കാഴ്ചയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ച കാണാൻ. ഹായ് ഹലോ, വില്ലേജ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇല്ലിക്കല്ലിൽ പോവുകയാണ്. ഇതിനു മുമ്പ് ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ തീരെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടറുണ്ട്, ഡോക്ടർ രാധാകൃഷ്ണൻ, അതുപോലെ നമ്മുടെ ജെയ്സൺ ചേട്ടനുണ്ട്, ജോസിയേട്ടനുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇല്ലിക്കല്ലിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെട്ടിരിക്കുന്നത്. വില്ലേജ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഇല്ലിക്കലിലേക്കുള്ള നമ്മുടെ യാത്രയെ അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ മൂലോട്ട് നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര നമ്മൾ ഇല്ലിക്കലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനമൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ നിന്നുള്ള മനോഹരമായ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ആസ്വദിച്ച് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ്. ഇവിടം വരെ നമുക്ക് നമ്മുടെ വാഹനങ്ങൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു ജീപ്പൊക്കെ ഉണ്ട്, നമുക്ക് ജീപ്പിനൊക്കെ കയറി പോകാൻ സാധിക്കും. നമ്മൾ പ്രത്യേകം നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഡോക്ടർ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. പാർക്കിംഗ് ഫീസും അതുപോലെ എൻട്രൻസ് ഫീസും ജീപ്പ് സവാരിയും എല്ലാം കൂടി അടക്കം നമുക്ക് 256 രൂപയായി. നമ്മളങ്ങനെ ഈ കാണുന്ന ജീപ്പിൽ ഇല്ലിക്കൽ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ വാഹനമൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ ഇല്ലിക്കലിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മളെ ജീപ്പിൻ്റെ കാഴ്ചകളും അതുപോലെ നമ്മുടെ ഇല്ലിക്കലിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. ഈയിടെയായിട്ട് ഇവിടെ വന്നൊരു മൊബൈൽ ടവറിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നത്. ഈ 4 ചുറ്റും മലയാണ്. അതാണ് ഇല്ലിക്കലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളൊന്നാണല്ലോ നമ്മുടെ ഇല്ലിക്കല്ല്. ഇല്ലിക്കലിനെ കുറിച്ച് ഐതിഹ്യങ്ങൾ ധാരാളം കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് വഴിയെ പറയാം. ഈയിടെയായിട്ട് ഇവിടെ 1-2 മഴ കിട്ടിയതുകൊണ്ട് ഇവിടെ പച്ചപ്പൊക്കെ ആയി തുടങ്ങി കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ എല്ലാം മൊത്തം കരിഞ്ഞിരുന്നേനെ. അപ്പോൾ നമ്മൾ നമ്മുടെ കമാൻഡർ ജീപ്പിൽ അങ്ങനെ യാത്ര ചെയ്യുക കേട്ടോ. 20+33 അങ്ങനെ 53 2 സൈഡും കൂടി ഒരാൾക്കുള്ള ടിക്കറ്റ്. 20 രൂപ പ്രവേശന ഫീസ്, അങ്ങനെയാണ് 53 രൂപ. അങ്ങനെ നമ്മൾ ഇല്ലിക്കലിലോട് അടുക്കാറായിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. സിനിമ ഷൂട്ടിങ്ങുകളും അതുപോലെ തന്നെ ആൽബം ഷൂട്ടിങ്ങുകളും അങ്ങനെ ധാരാളം പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കടുത്ത കടകളൊക്കെ കാണാം. കടകളിൽ ധാരാളം സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ നാരങ്ങയുള്ള ചായ, ബ്രെഡ് ഓംലേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ കല്ലുവാഴ കേട്ടോ. കല്ലുവാഴയെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ആയിരുന്നു. കാണാത്തവർക്കായിട്ട് നമ്മൾ ലിങ്ക് അയക്കാടി കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഇവിടുത്തെ ചേട്ടനോട് കടയിലെ സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. പലതരം മിഠായികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തേൻ മിഠായി അങ്ങനെ തുടങ്ങി നമ്മുടെ പഴയ മിഠായികൾ അങ്ങനെ തുടങ്ങി ഒത്തിരി കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് കാറ്റാടികൾ, പീപ്പികൾ അങ്ങനെ തുടങ്ങി ഒത്തിരി സംഭവങ്ങൾ നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. 1-2 കടകൾ കൂടാതെ അപ്പുറ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഇല്ലിക്കൽ ലക്ഷ്യമാക്കി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇല്ലിക്കലിൻ്റെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കും കേട്ടോ. പണ്ട് കാലങ്ങളിൽ ജീപ്പ് സവാരിയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വരെ നമുക്ക് നമ്മുടെ വാഹനങ്ങൾ കൊണ്ടുവരായിരുന്നേ. അന്നത്തെ ബ്ലോക്കൊക്കെ കാരണമായിരിക്കാം ഇപ്പം വാഹനം താഴേക്ക് നിർത്തി പാർക്കിംഗ് ചെയ്യുന്നത്. അതിനോട് മാലിന്യം നിക്ഷേപിക്കുന്നുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ കയറി പോകുന്ന വഴിക്ക് ടൈലൊക്കെ പാകി ഹാൻഡ് ടൈലൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ കാഴ്ചകളൊക്കെ കണ്ട് കയറി വരികയാണ്. നല്ല ചൂടൊക്കെ തുടങ്ങിയത് കൊണ്ട് കൂളിംഗ് ഗ്ലാസും തൊപ്പിയൊക്കെ വെച്ചാണ് എല്ലാവരും നമ്മുടെ ഇല്ലിക്കൽ കാണാനായിട്ട് കയറി വരുന്നത്. ഇന്ന് സഞ്ചാരികൾ രാവിലെ ആയതുകൊണ്ട് വളരെ കുറവാണ്. ഇപ്പം ഇനിയിപ്പോൾ റംസാൻ്റെ നോയമ്പൊക്കെ വിടിയ ശേഷം മാത്രമേ സഞ്ചാരികളുടെ എണ്ണം കൂടാൻ ചാൻസുള്ളതെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇല്ലിക്കല്ലിൻ്റെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുക കേട്ടോ. നല്ല കിടുക്കാച്ചി കാഴ്ചയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ച കാണാൻ. അത് വെയിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇല്ലിക്കല്ല്. ഫാദർ പോയി ചെന്നാൽ നമുക്ക് കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാം കേട്ടോ. മുൻകാലങ്ങളിൽ ഇപ്പോൾ നമുക്കിവിടെ അതിൻ്റെ മുകളിൽ ഭാഗത്ത് കയറാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ പറ്റിയില്ല, കാരണം 1-2 പേര് അതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല. കാണാൻ നല്ല രസമാണ്. നമ്മുടെ കൂടെയുള്ള 3 പേര് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈരാറ്റുപേട്ട പ്രദേശങ്ങളെല്ലാം നന്നായിട്ട് കാണാവേ. ഇത് കുറച്ച് ക്ലൗഡി ആയതുകൊണ്ട് അത്ര രീതിയിൽ നമുക്കുള്ള വ്യൂസ് കിട്ടിയല്ല. എന്നാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വ്യൂ പോയിന്റിലെ കാഴ്ചകൾ ആസ്വദിക്കാം കേട്ടോ. അപകട മേഖല പ്രവേശനം നിരോധിച്ചു. ഇവിടെ വരെ ഉള്ളൂ നമുക്ക് പ്രവേശനം. അതെ, എവിടെ വരെ നമുക്ക് പോയി കാണാം. അപ്പോൾ ഈ നമ്മുടെ തൊട്ടടുത്ത് കാണുന്നതാണ് നമ്മുടെ ഇല്ലിക്കൽ കേട്ടോ. കണ്ടോ, ഇല്ലിക്കല്ലിൻ്റെ ഒരു അടിപൊളി കാഴ്ചകൾ. ഇതുണ്ടോ, മേളൊരു കൂടക്കല്ലെന്ന് പറഞ്ഞ കല്ലിരിക്കുന്നു. പിന്നെ അങ്ങനെ 3 ടൈപ്പുള്ള കല്ലുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നേരത്തെ ആൾക്കാരൊക്കെ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറുമായിരുന്നു കേട്ടോ. അതുപോലെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായിട്ട് ഇവിടെ ഉണ്ടോ ബെഞ്ചുകളൊക്കെ നമുക്ക് കാണാവേ. ഇതൊക്കെ ഒരു ഇടക്കാലം കൊണ്ടുണ്ടാക്കിയതാണ്. ഞാനൊക്കെ ആദ്യ കാലഘട്ടങ്ങൾ വരുമ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ലായിരുന്നു. ഇതെല്ലാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന കാഴ്ചകളാട്ടോ. ഇവിടെ എല്ലാം ഹാൻഡ് റെയിലുകളെല്ലാം മനോഹരമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് റെയിലൊക്കെ കാണാൻ നല്ല രസമാണ്.
നല്ല ഭംഗിയുണ്ട് ഹാൻഡ് റെയിൽ കാണാനായിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ ഈ മേൽഭാഗത്തേക്ക് കയറാൻ പോകും കേട്ടോ. ഇല്ലിക്കക്കല്ലിൻ്റെ ഏറ്റവും അടുത്തുള്ള കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ മേൽഭാഗത്തേക്ക് കയറാൻ പോവുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിലാണ് ഇല്ലിക്കക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇല്ലിക്കക്കല്ല് 3 പാറക്കൂട്ടങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്നതാണ്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ലെന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനങ്കല്ലെന്നും അറിയപ്പെടുന്നു. ഇവയ്ക്കിടയിലായി 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട്. ഈ കല്ലിൽ അരയടി മാത്രം വീതിയുള്ള നരകപാലം എന്ന ഭാഗമുണ്ട്. കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് ഈ ഭൂപ്രദേശത്തിന് നല്ല സാമ്യത. നമ്മൾ നടന്ന് നമുക്ക് വരാവുന്ന ഏറ്റവും അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് വളരെ മനോഹരമായ ഇല്ലിക്കക്കല്ലിൻ്റെ കാഴ്ചകൾ. മുൻപെങ്ങോ ഇടിവെട്ടിപ്പോയ നമ്മുടെ ഇല്ലിക്കലിൻ്റെ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാം. വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നോക്കി കാണാം. ഇത്രയും ഭാഗമൊക്കെ ഇടിവെട്ടി അടർന്നു പോയ കാഴ്ച നമ്മൾ കാണുന്നത്. ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലേക്ക് പുതിയൊരു വഴി നിർമ്മിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. ഈ കൊടുമുടിയുടെ മുകളിൽ നീലക്കൊടുവേലി ഉണ്ടെന്ന് പ്രാദേശികമായി ഇന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ ഇല്ലിക്കലിനെ കുറിച്ച് നമ്മുടെ കൂടെയുള്ള രാധാകൃഷ്ണൻ ഡോക്ടർ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ നമ്മോട് വിശദീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ കേട്ട കാര്യങ്ങളാണ് നമ്മളോട് വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് കേട്ട് നോക്കാം. ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ വെറ്ററി സർജനാണ്. എൻ്റെ ജന്മദേശം അടുത്ത മലയുടെ താഴ്വാരമുള്ള വെള്ളായലിയാണ്. ഞാൻ നേച്ചർ ക്ലബ്ബിൽ പഠിക്കുമ്പോൾ ഇതിലെയൊക്കെ വെറുതെ തേരാപ്പാര നടന്നിട്ടുള്ളതാണ്. ആ സമയത്ത് ഇങ്ങനെ ഇവിടെ ഇത്രയും ടൂറിസ്റ്റിൻ്റെ കേന്ദ്രം അങ്ങനെയൊന്നുമില്ല. ഇതിനെപ്പറ്റി ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഇല്ലിക്കക്കല്ലിൽ നിന്ന് മാർമല അരുവിയിലോട്ടൊരു തേരോട്ടം ഉണ്ടായിരുന്നു. പഴമക്കാർ പറയുന്നതാണ്. അപ്പോൾ അവിടെ ദേവതകൾ കുളിക്കുന്ന ഒരു കടമുണ്ട്, മാർമല അരുവി. അവിടെ ഇപ്പോഴും പോയാൽ സംഗതി കാണാം. 6 തട്ടായിട്ട് ഇങ്ങനെ അറുത്തിറക്കിയിട്ടുള്ള പടവുകളുണ്ട്. അപ്പം ദേവതകൾ കുളിച്ചുകൊണ്ടിരുന്നപ്പം നേരം പോയി കോഴി കൂകി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അവർ ഇട്ടിട്ട് പോയി. അതാണ് മാർമല അരുവിയുടെ ചരിത്രം. അങ്ങനെ മാർമല അരുവിയും നമ്മുടെ ഇല്ലിക്കക്കല്ലുമായിട്ട് അഭേദ്യമായ ബന്ധം ഉണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇവിടെ പഴയ ആൾക്കാർ ഭയഭക്തി ബഹുമാനത്തോടുകൂടെയൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഉള്ള സാറ് പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊക്കെ പുതിയ അറിവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. നമ്മൾ വന്ന വണ്ടിക്ക് തന്നെ നമ്മൾ തിരിച്ച് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇല്ലിക്കലിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇല്ലിക്കലിലേക്ക് വന്നാൽ കാണാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.